ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. CMF ഫോൺ 2 Pro എങ്ങനെയുണ്ട്? ഇതിൻ്റെ പ്രൈസ് 19,000 രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിന് ഇപ്പോൾ ഉള്ള CMF ഫോൺ 1 ഇല്ലേ, അതിൽ നിന്ന് ഒരു 2-3 ഫീച്ചേഴ്സ് കൂട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ് CMF ഫോൺ 2 Pro എന്ന് പറഞ്ഞത്. കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഫോണിൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 2 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്ന് ബേസ് മോഡൽ 8GB 128GB. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 18,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 20,999 ആയിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ ഒരു ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ 16,999 കിട്ടുന്നുണ്ട്. 17,000 രൂപക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് 19,000 രൂപയായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ഡിസൈൻ, ഇതിന് മുമ്പേ നമ്മൾ CMF ഫോൺ 1 കണ്ട ആ ഒരു എക്സാക്റ്റ് ഡിസൈൻ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിനൊരു ട്രിപ്പിൾ ക്യാമറ വരുന്നതുകൊണ്ട് ആ ഒരു ക്യാമറ ഒന്ന് കൂട്ടി എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാം സെയിമാണ്. കളേഴ്സ് പറയുകയാണെങ്കിൽ 4 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു വൈറ്റ് വരുന്നുണ്ട്, ഒരു ഓറഞ്ച് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ CMF ഫോൺ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളറായിരുന്നു ഉണ്ടായത്, ഇതിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളറായി. എന്നല്ലാതെ ബാക്കിയുള്ള 3 കളേഴ്സും സെയിമാണ്. CMF ഫോൺ 1 സെയിം കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇതിൽ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാണാൻ കുറച്ചും കൂടെ നല്ലൊരു പ്രീമിയം ഫീൽ ആ ഒരു കളർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കളർ ഓറഞ്ചാണ്. അത് കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോൺസൊക്കെ വാങ്ങുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ ഒരു ഫോണാണ് എന്നുള്ളത്. അതിപ്പം നത്തിങ്ങിൻ്റെ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് ഇത് നത്തിങ്ങിൻ്റെ ഫോണാണ്, അല്ലെങ്കിൽ ഇത് CMF ഫോൺ 1 ആണെന്നുള്ളത് എത്ര ദൂരത്ത് നിന്ന് കണ്ടാൽ പോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അത് ഏതൊരു കേസ് ഇട്ടാൽ പോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളൊരു വെറൈറ്റി ആയിട്ട് ഡിസൈനാണ് ഇവരുടെ ഫോൺസിലൊന്നും കൊടുക്കാറ്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും ഫോൺ തരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. വെയിറ്റ് ആണെങ്കിൽ 185 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 7.8 mm തിക്നെസ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ഡിസൈൻ വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ മോഡലും കാട്ടും ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ. കാണാനും ചില ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല, പക്ഷേ കാണാൻ ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് ഇതിൻ്റെ ഡിസൈൻ്റെ ഭാഗത്ത് തരുന്നുണ്ട്. IP54 ആണ് IP റേറ്റിംഗ് വരുന്നത്. ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിൽ മിനിമം ഒരു IP65 അതൊക്കെ കൊടുക്കായിരുന്നു. ബാക്കിയുള്ള ഫോണിൽ IP68 69 ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ കിട്ടുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറില്ല IP റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എന്നാലും മിനിമം ഒരു IP65 എങ്കിലും 64 65 എങ്കിലും കൊടുക്കാമായിരുന്നു. 54 എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം പഴയ സെറ്റപ്പായി പോയി. അപ്പം അതൊരു കുറവ് തന്നെയാണ് ഈ ഒരു ഫോൺ. പിന്നെ അവരുടെ പുതിയതായിട്ടുള്ള എസെൻഷ്യൽ കീ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. അതും എനിക്ക് അത്ര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്തുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കത് പിന്നെ അവരവിടെ ഒരു സ്പേസ്, അതായത് എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും, അതിലൊക്കെ സേവ് ചെയ്ത് വെക്കും. പിന്നെ നമുക്കത് വേണം കേൾക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് മാത്രമാണ്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല, എന്നാലും യൂസ്ഫുൾ ആവുന്നവരും ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്, എനിക്കത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടേ വലിയൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കീ കൂടെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്, അത്രേ പറയാനുള്ളൂ. അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും ആ ഒരു കീനെ പറ്റി ഒന്നും പറയാനേ ഇല്ല. അതാണ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. നല്ല നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോണാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ക്യാമറ വരുമ്പോൾ ഉള്ളൊരു ഡിസൈൻ ചേഞ്ച് അല്ലാതെ ഒരു വലിയൊരു മേജറായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് വരില്ല. അതിനൊരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് രസമുണ്ട്, കാണാൻ രസമുണ്ട്. അതാണ്, കാണാനൊക്കെ നൈസായിട്ടുണ്ട്. ഒരു കുഴപ്പമൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള 120 Hz ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 nits ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 3000 nits പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ബെസലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ. നല്ല രീതിയിലുള്ള ബെസലുണ്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള ബെസലാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല. അതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പം ഫ്ലാറ്റ് ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല. കാരണം ഒരുപാട് പേര് കർവ്ഡ് ഫോൺസ് എടുക്കാത്തവരുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട്, കർവ്ഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നൈസാണ് കർവ്ഡ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡിൻ്റെ കാര്യത്തിലും പിന്നീട് അഥവാ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെൻസും അതൊക്കെ കൊണ്ടാണ് ഒട്ടുമിക്ക പേരും ഈ പറഞ്ഞ കർവ്ഡ് ഒഴിവാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളൊരു കുഴപ്പമില്ല, ഫ്ലാറ്റാണ്, ഒരു ഇഷ്യൂസും ആ കാര്യത്തിൽ പറയാനേ ഇല്ല. പിന്നെ സ്പീക്കേഴ്സ് ഈ ഒരു ഫോണിലും മോണോ സ്പീക്കറാണ് വരുന്നത്. CMF1 മോണോ സ്പീക്കറായിരുന്നു ഉണ്ടായത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു, കാരണം ഇതിനെങ്കാട്ടി വില കുറഞ്ഞ ഫോണിലടക്കം ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അതും ഈ ഒരു ഫോണിൽ മിസ്സിങ് ആണ്. അതൊരു വലിയൊരു കുറവ് തന്നെയാണ് കേട്ടോ. 19,000 രൂപക്ക് റേഞ്ചിൽ നോക്കുമ്പോൾ അത് വലിയ കുറവാണ്. കാരണം ഇവിടെ 15,000 14,000 രൂപയുടെ ഫോണിലടക്കം ഇപ്പം സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അതെന്തായാലും ഒരു കുറവ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ആണെങ്കിൽ അതും ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. ക്യാമറ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 50 MB 2x ടെലിഫോട്ടോ ലെൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ CMF കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ക്യാമറ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാം, എന്നാലും അത് വലിയ കാര്യമാണ്. പിന്നെ ഒരു 8 MB അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ ഫുൾ HD 13 മാത്രമേ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ക്യാമറ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു നോർമൽ ക്വാളിറ്റി, ഒരു ഡീസൻറ്റ് ലെവൽ ക്യാമറ എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒരു ഗംഭീരം ഇതിൻ്റെ സ്പെക്ക്, ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, അതുണ്ട്, ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനെടുക്കുന്ന ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഗംഭീരം ഈ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഒന്നും പറയാനില്ല. അത് നത്തിങ്ങിൻ്റെ എല്ലാ ഫോണും അങ്ങനെ തന്നെയാണ്. ഭയങ്കര അധികം ക്യാമറയിലൊന്നും അവർ എന്താ പറയുക, ഈ സ്പെക്കിൽ ഇങ്ങനെ ടെലിഫോട്ടൊക്കെ കൊടുക്കുന്നല്ലാതെ വേറൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. ഒരു ഡീസൻറ്റ് ക്യാമറ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ ടെലിഫോട്ടോ ലെൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം സൂമൊക്കെ ചെയ്ത് നല്ല പോർട്രേറ്റൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം എന്നല്ലാതെ വേറെ ഒരു ഭയങ്കര ക്യാമറയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് റിവ്യൂ, അതായത് ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നിയത് അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ഇതിൽ വരുന്ന MediaTekൻ്റെ Dimensity 7300 Pro എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അതായത് 7300 ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വരാറുണ്ട്, അൾട്ടിമേറ്റ് വരാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരിൽ ഓരോ പ്രോസസ്സർ വെച്ച് വരാറുണ്ട്. അതിലൊന്നും മേജറായിട്ടുള്ള ഒരു വ്യത്യാസം സ്പെക്കിൻ്റെ ഭാഗത്ത് പ്രോസസ്സറിൽ വരുത്താറില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോ എന്ന പേരിലുള്ള പ്രോസസ്സറും. ആൻഡ് സ്കോറൊക്കെ വൈസ് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 7 lakhൻ്റെ അടുത്ത് മാത്രമേ ആൻഡ് സ്കോറൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ റേഞ്ച് പെർഫോമൻസ്, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഇന്ന് കിട്ടുന്നത്. LPDDR4X റാം വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. 3.1 പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് BGMI പോലുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് 120 FPS സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, ഈ റേഞ്ചിലെ ബെസ്റ്റ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഒരു ഡീസൻറ്റ് പെർഫോമൻസും ഇതിൽ കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. നത്തിങ്ങിൻ്റെ OS ആണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എന്തായാലും കിട്ടും. 3+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഇവർ നത്തിങ് പ്രൊവൈഡ് ചെയ്തത്. അതൊരു നല്ല കാര്യമാണ്. 6 വർഷത്തേക്ക് വരെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് നത്തിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ UI ആണെങ്കിലും ഭയങ്കര ക്ലീനാണ്, എന്താ പറയുക, അങ്ങനെ അതായത് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള UI എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നതിന് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ മോഡലിൽ ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം ചാർജർ ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ബാറ്ററി കുറച്ചും കൂടെ കൂട്ടായിരുന്നു, കാരണം ഇപ്പോഴത്തേക്കുള്ള ബാറ്ററി ഫോണിലൊക്കെ ബാറ്ററി 7000 mAh അതിന് മുകളിലൊക്കെ വരുന്ന സമയത്ത് ഇതിൽ മിനിമം ഒരു 5500 6000 ലെവലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവട്ടെ. 5000 ഒരു ഡേ കിട്ടും എന്നല്ലാതെ വേറൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,000 രൂപയുടെ ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ഡിസൈൻ വരുന്നുണ്ട്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ, ടെലിഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിലെടുക്കുന്ന ഫോട്ടോസ് ഒന്നും ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ല കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ പെർഫോമൻസും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ബാറ്ററി ആണെങ്കിൽ ഡീസൻ്റ് ആണ്. ഒന്നും ഒരു ഹൈ ലെവലിൽ നത്തിങ് ഇവിടെ കൊടുത്തിട്ടില്ല. എല്ലാം ഒരു നോർമൽ ഡീസൻറ്റ് സ്പെക്ക് മാത്രമാണ്. ഇതൊട്ടും ഒരു മോശമായിട്ടുള്ള ഫോണല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫോൺ തന്നെയാണ്. ഇതിലെല്ലാം വരുന്നുണ്ട്, അങ്ങനെ വലിയൊരു കുറവില്ല. പക്ഷെ എന്നാലോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം അങ്ങനെ ഗംഭീരം എന്ന് പറയാൻ ആകെ ഒരു ക്യാമറ ഹാർഡ്വെയർ മാത്രമേ തരുന്നുള്ളൂ. അത് പിന്നീടുള്ള അപ്ഡേറ്റ് ഇതിൻ്റെ ക്യാമറ ഫോട്ടോസൊക്കെ ഭയങ്കരധികം സെറ്റപ്പിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് മാത്രമാണ് തരുന്നത്.
ക്യാമറ ഇതിൽ അത് മാത്രമാണ്. ഇപ്പം CMF-phone 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്കുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാമറ ഭാഗത്ത് അൾട്രാവൈഡ് കൊണ്ടുവന്നു, ടെലിഫോട്ടോ കൊണ്ടുവന്നു, അതാണ് ക്യാമറ ഭാഗത്ത് വ്യത്യാസം വരുന്നത്. പിന്നെ ഒരു എസെൻഷ്യൽ കീ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്, അതും മറ്റേലില്ലാത്തൊരു കാര്യമാണ്. പിന്നീട് വരുമ്പോൾ ബോക്സിനകത്ത് ചാർജർ വരുന്നുണ്ട്, അതും കമ്പാരിറ്റീവ്ലി ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ക്യാമറ വൈസ് നോക്കുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമാണ് CMF-phone 1 നിന്ന് 2 Proയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത്. അല്ലാതെ വേറൊരു വ്യത്യാസമേ ഇല്ല. ഡിസൈനിൻ്റെ കാര്യം പോലും ആ ഒരു ക്യാമറ കൊടുത്തുകൊണ്ട് മാത്രം അവിടെ ഒരു ഡിസൈൻ ചേഞ്ച് ചെറുതായിട്ട് വരുത്തി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇതാണ് CMF-phone 1 നിന്ന് 2 Proയിലേക്കുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞ് 2 Pro അല്ല, 1ൻ്റെ ഒരു പ്രോ മോഡലായിട്ട് അന്ന് ഇറക്കേണ്ട ഒരു മോഡലായിരുന്നു അവർ ഇന്ന് ഇറക്കിയത്. അത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോൺ തോന്നിയത്. അല്ലാതെ ഒരു ഗംഭീരം എന്നൊന്നും ഇതിന് അങ്ങനെ പറയാനൊന്നുമില്ല. നല്ല ഫോണാണ്, ഒരു ബെസ്റ്റ് ഫോൺസ് ഈ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഈ ഒരു ഫോൺ വരും. എന്നല്ലാതെ ഇതൊരു ഗംഭീര ഫോണല്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത്രയേ ഉള്ളൂ. അതായത് ഇത് പണ്ട് ഇറക്കേണ്ടത് നത്തിങ് ഫോൺ 1 Pro എങ്ങനെയായിരിക്കും ഉണ്ടാവുന്ന, അതാണ് 2 Pro. അല്ലാതെ വേറെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ SD കാർഡിൻ്റെ സ്ലോട്ടൊക്കെ വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ലോട്ടാണ് വരുന്നത്. 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും CMF-phone 1ലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.